നമസ്കാരം. ആശാപ്രവർത്തകരുടെ സമരവും പ്രതിഷേധവുമൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രശ്നം ഒതുക്കി തീർക്കാനും സമരം പൊളിക്കാനുമൊക്കെ പല നേതാക്കളും ഇതിനിടയിൽ കളിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ആശമാരുടെ സമരത്തെ ചൊല്ലി നിയമസഭയിലും വെടിയും പുകയും ഒക്കെയാണ്. ആശാസമരം നിയമസഭയിൽ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ചു. സർക്കാർ മുൻകൈയെടുത്ത് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തെയും ആശമാർക്ക് കേരളത്തിലുള്ള അത്രയും ജോലിഭാരം ഇല്ലെന്നും സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ആശമാരോടൊപ്പമാണ് ഞങ്ങളെന്നും എല്ലാ ജില്ലകളിലും INTUC സമരത്തിന് ഒപ്പമുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി. അതേസമയം ആശാപ്രവർത്തകരുടെ സമരത്തോട് സർക്കാരിന് പുച്ഛമെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആശമാർ ന്യായമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കേരളത്തിലാണ് ആശമാർക്ക് ജോലിഭാരം കൂടുതൽ. പ്രശ്നപരിഹാരത്തിന് എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണം. ആശാവർക്കർമാർ ന്യായമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്നും വി.ഡി. സതീശൻ ആവർത്തിക്കുന്നു. വാക്പോര് കടുത്തപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ ആശാവർക്കർമാരുടെ സമരത്തിൽ സമരക്കാർക്ക് ശാഠ്യവും നിർബന്ധ ബുദ്ധിയും എന്നുള്ളതെന്നാണ് മന്ത്രി MP രാജേഷ് പറയുന്നത്. അതിനാലാണ് പരിഹാര ശ്രമം പരാജയപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10,000-ൽ 8,200 രൂപ സംസ്ഥാനം നൽകുന്നുണ്ട്. എന്നിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു. ആശാവർക്കർമാരെ തൊഴിലാളികളായി കേന്ദ്രം അംഗീകരിക്കുന്നില്ലെന്നും ആശാവർക്കർമാർ പിടിവാശി ഉപേക്ഷിക്കണമെന്നും MP രാജേഷ് പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM നേതാവ് A. വിജയരാഘവൻ രംഗത്തെത്തി. എല്ലാ ഇടതുപക്ഷ വിരുദ്ധരും മാധ്യമങ്ങളിലെ വലതുപക്ഷവും ചേർന്ന് നടത്തുന്ന സമരമാണിത്. കേരളത്തിലെ ഇടതു സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഇടതു വിരുദ്ധർ നടത്തുന്ന സമരം. സമരമേഖലയിൽ കുറച്ച് ആശാവർക്കർമാരെ കൊണ്ടിരുത്തിയിരിക്കുന്നു എന്ന് മാത്രം. ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ്, BJP തുടങ്ങി CPM വിരുദ്ധർ ചേർന്ന് കുറച്ചുപേരെ കൊണ്ടിരുത്തിയാൽ സമരമാവില്ല. 90% ആശമാരും സമരത്തിലില്ല. പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെ തപ്പിപ്പിടിച്ച് അവിടെ ഇരുത്താം. കേന്ദ്രം സ്വീകരിക്കുന്നത് സമീപനമാണ്. ഇൻസെന്റീവുകൾ വർദ്ധിപ്പിക്കുന്നതിൽ കൃത്യമായി ഉറപ്പു നൽകിയിട്ടില്ലെന്ന് വിജയരാഘവൻ പറയുന്നു. അതേസമയം എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നത് പോലെ തന്നെ ഇത്തവണയും പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ സമയം നൽകിയില്ല എന്ന് പറഞ്ഞ് നിലവിളിയുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് പോലും സ്പീക്കർ സംസാരിക്കാൻ സമയം നൽകുന്നില്ല എന്നതാണ് ആരോപണം. ഇതേ ചൊല്ലിയും തർക്കമുണ്ടായി. എന്നാൽ ഭരണ പ്രതിപക്ഷ പോരിൽ ആശാപ്രവർത്തകരുടെ കാര്യം അവതാളത്തിലാകുമെന്നതാണ് വിലയിരുത്തൽ. കാരണം എന്നും ഇത് തന്നെയാണ് അവസ്ഥ. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ പോലും അടിച്ചിരുത്തുന്ന സാഹചര്യമാണ്. കൂടാതെ പിണറായി സർക്കാരിനെ വെല്ലുവിളിക്കുന്ന വി.ഡി. സതീശനെ കൂടെയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.